എൻ്റെ പേര് നിഷ ഷൈബി. ഞാൻ കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 15/9/2022 ആദ്യമായി കൃപാസനത്തിൽ എത്തുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. അതിനുശേഷം തുടർച്ചയായി എല്ലാ മാസങ്ങളിലും എനിക്ക് കൃപാസനത്തിൽ വരാനും പ്രാർത്ഥിക്കാനും ഉടമ്പടികൾ പുതുക്കാനും സാധിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന് ജൂൺ മാസത്തിൽ ഒരു അസുഖത്തെ തുടർന്ന് എനിക്ക് 4 മാസത്തോളം കൃപാസനത്തിൽ എത്താൻ സാധിച്ചില്ല. അതിനുശേഷം ബാക്കി എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് എത്തുന്നുണ്ടായിരുന്നു. ഭർത്താവിന് ഒരസുഖത്തെ തുടർന്ന് അത്ഭുതമായി കിട്ടിയ രോഗശാന്തിയെക്കുറിച്ച് സാക്ഷ്യം നൽകാനായിട്ടാണ് ഞാൻ ഭർത്താവിനെയും കൂട്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ജൂൺ മാസം 4-ാം തീയതി ഭർത്താവിന് പനിയാണ് ആരംഭിച്ചത്. ഞങ്ങൾ പാലായിലുള്ളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചപ്പം അവർ ഡെങ്കിപ്പനി ടെസ്റ്റ് ചെയ്തു, നെഗറ്റീവ് ആണെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് സാധാ മെഡിസിൻ തന്ന് വീട്ടിൽ വിട്ടു. വീട്ടിൽ വന്ന് ഞങ്ങൾ മെഡിസിൻ കഴിക്കും, ശകലം നേരത്തേക്ക് കുറയും, പിന്നെയും അത് കൂടി വരുമായിരുന്നു. വീണ്ടും ഞങ്ങൾ ചെന്നപ്പം വീണ്ടും അവർ അതേ മെഡിസിൻ തന്നെ തന്ന് വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ വന്നപ്പം ആളുടെ സ്റ്റേജ് മാറാൻ തുടങ്ങി. ഭക്ഷണമൊന്നും കഴിക്കത്തില്ല, വെള്ളം കുടിക്കുമ്പോൾ പോലും ഛർദ്ദിക്കാൻ വരുന്ന ഒരവസ്ഥയിലായി. യൂറിൻ പോകാതെ വന്നിട്ട് വയറ് വീർക്കുന്ന ഒരു കണ്ടീഷനിലെത്തി. രാത്രിയിലൊന്നും കിടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ കൃപാസന തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ചങ്കിലും വയറ്റിലും ഒക്കെ തേച്ചു. അതിനുശേഷം ആൾക്ക് ശകലം നേരം ഉറങ്ങാൻ സാധിച്ചു. അപ്പം ഭർത്താവും പറഞ്ഞു, മാതാവേ ഇത് കുറച്ച് തരുവാണെങ്കിൽ ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. നേരം വെളുത്തപ്പം പനി വീണ്ടും കൂടി. ഞങ്ങൾ കാരിത്താസ് ആശുപത്രി ചെന്നു. അവർ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, ആളെ കണ്ടപ്പോഴേ അവർ പറഞ്ഞു ഇത് ഡെങ്കിപ്പനിയല്ല, എലിപ്പനിയായിരുന്നു. എലിപ്പനി വല്ലാതെ കൂടി ക്രിട്ടിക്കൽ സ്റ്റേജിലായി. 98% ആന്തരികവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലച്ചായിരുന്നു. 2% മാത്രമേ പ്രവർത്തനം ഉള്ളായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഞങ്ങൾ പുറത്തിരുന്ന ആ സമയത്ത് മാതാവിനോട് വിശ്വാസപ്രമാണം ചൊല്ലി തൈലവും കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ആൾക്ക് യൂറിനും പോകാതെ വയറ് വീർത്ത് വന്നുകൊണ്ടിരുന്നു. അപ്പം ICUവിൽ കയറുന്ന സമയത്ത്, നമ്മളെ കാണിക്കുന്ന സമയത്ത്, ഞാൻ ICUവിൽ കയറുന്ന സമയത്ത് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് ആശ്വാസം ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഒരു പെങ്ങൾ സിസ്റ്ററായിരുന്നു. ചേച്ചിക്ക് കട്ടപ്പന അറിഞ്ഞിട്ട് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം. ചേച്ചി സർക്കാരിയുടെ മുന്നിൽ പ്രാർത്ഥിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഇവിടെ ഹസ്ബൻഡിന് ICUവിൽ ഒരു സിസ്റ്ററിനെ നോക്കാനായിട്ട് മാതാവ് പറഞ്ഞു വിടുകയാണ്. ആ സിസ്റ്റർ വന്ന് എന്നോട് ചോദിച്ചു, ഷൈബിയുടെ ബൈസ്റ്റാൻഡറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ കാണാനാണ് വിളിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ കയറാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു ചേച്ചിയുടെ കൃപാസന തൈലമുണ്ട്, അതൊന്ന് തരുമോ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ സിസ്റ്റർക്ക് ഞാനത് കൊടുത്തു. സിസ്റ്റർ ICUവിൽ ചേട്ടായിയുടെ മേത്ത് ഇത് പരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ചേട്ടായിക്ക് ഇത് ക്രിയാറ്റിൻ ലെവലൊക്കെ കുറയാൻ തുടങ്ങി. 4 ഡയാലിസിസ് 6 എണ്ണം പറഞ്ഞിരുന്നു. ICU വെച്ച് 4 എണ്ണം നടന്നു. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഇതിൽ കൂടുതൽ റൂമിലോട്ട് മാറുമ്പം നടത്തരുതേന്ന് പറഞ്ഞു. ICUവിൽ നിന്ന് ഇറങ്ങി റൂമിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നില്ല. ഭക്ഷണം കഴിക്കത്തില്ല. 68 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ആളായിരുന്നു. പെട്ടെന്ന് 22 കിലോയോളം വെയിറ്റ് താഴോട്ട് പോയി. ഭക്ഷണമൊന്നും കഴിക്കത്തില്ല. ഭക്ഷണത്തിന് ഡയറ്റ് ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ് മാത്രം കൊടുക്കാൻ പറഞ്ഞു. ഫ്രൂട്ട്സ് അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് കൊടുത്തു. ഫ്രൂട്ട്സ് കൊടുത്തപ്പോഴത്തേക്കും പൊട്ടാസ്യം കൂടാൻ തുടങ്ങി. അപ്പോൾ ഫ്രൂട്ട്സ് നിർത്തി. അപ്പോൾ വെള്ളം മാത്രമായിട്ടാണ് പിന്നീട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം വിശപ്പുണ്ടാകാനായിട്ട് ഒരു പൊടി തന്നു. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് വെള്ളത്തിലോ തേനിലോ ചേർത്ത് കൊടുക്കുക എന്നായിരുന്നു പറഞ്ഞത്. അപ്പം ഞാൻ മാതാവിൻ്റെ കൃപാസന തേൻ ഉപയോഗിച്ച് കൊടുത്തു. അത് കഴിക്കാൻ തുടങ്ങിയോടെ ഭർത്താവിന് വിശപ്പുണ്ടാകാൻ തുടങ്ങി. പതിയെ ഭക്ഷണം കഴിക്കാനായിട്ട് സാധിച്ചു. 1 വർഷത്തോളം എടുക്കും റിക്കവറായി വരാൻ എന്നായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞത്. അത്ഭുതം എന്ന് പറയട്ടെ, 1 മാസം കഴിഞ്ഞ് നെഫ്രോയുടെ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് പ്രതീക്ഷിക്കാത്ത ഇമ്പ്രൂവ്മെൻ്റാണ്, ഇനിയും നിങ്ങൾ മെഡിസിനായിട്ട് ഡോക്ടറെ കാണാനായിട്ട് വരണ്ടെന്ന് പറഞ്ഞു. പിന്നെ 3 മാസം കൂടുമ്പം ഫിസിഷ്യൻ്റെ ചെക്കപ്പ് ഉണ്ടായിരുന്നു. ആ ചെക്കപ്പിന് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ക്രിയാറ്റിൻ ലെവൽ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഒക്ടോബർ മാസത്തിലെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. പ്രാർത്ഥിച്ചു, മാതാവേ ഇനിത്തെ ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഇനിയും മെഡിസിനൊന്നും ഉപയോഗിക്കാൻ ചെക്കപ്പിന് ചെല്ലാനായിട്ടുള്ള ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ചു. ഇത് കുറയുവാണെങ്കിൽ ഹസ്ബൻഡിനെയും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം നൽകാം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒക്ടോബർ മാസത്തിലെ ജപമാല കൂടി അടുത്ത മാസത്തെ ചെക്കപ്പിന് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ ചെക്കപ്പിനായിട്ട് വരണ്ട, എന്തേലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തന്ന അനുഗ്രഹത്തിന് ദേവമാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെയുള്ളത് ഞങ്ങളുടെ വാർഡിലെ ഒരു കുടിവെള്ള പദ്ധതിയായിരുന്നു. 35 വർഷമായിട്ട് ഞങ്ങളുടെ വാർഡിൽ കിട്ടാതിരുന്ന
ഒരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിണർ പണി പൂർത്തീകരിച്ച് വെള്ളം കണ്ടെത്താൻ സാധിച്ചു. ഈ ആറിൻ്റെ തീരമായതുകൊണ്ട് ഇറിഗേഷൻ്റെ പേപ്പറുകളായിരുന്നു വേണ്ടത്. ഞങ്ങൾ ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോഴും അവർ പറയും പേപ്പറുകൾ അയച്ചിട്ടുണ്ടെന്ന് പറയും. നമ്മൾ വിശ്വസിച്ച് തിരിച്ചു പോരും. നമ്മൾ അന്വേഷിക്കുമ്പോൾ ഓഫീസിൽ തന്നെ ആ പേപ്പറുകൾ ഇരിക്കും, മാറില്ല. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. തിരിച്ച് ചെന്നതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് വിളി വന്നു, പേപ്പറുകൾ തിരിച്ച് നിങ്ങളുടെ ബ്ലോക്കിൽ തന്നെ വന്നിട്ടുണ്ട്, അത് പണി തുടങ്ങാമെന്ന്. അപ്പോൾ പണിയാൻ ചെന്ന സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യം പണിയാൻ നോക്കിയപ്പോൾ പാറയാണെന്നും പറഞ്ഞ് അവർ നിർത്തിയിട്ട് പോയ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു ഇവിടെ കുത്താൻ പറ്റത്തില്ല, പാറയായതുകൊണ്ട് വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞു. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ കിണറിൻ്റെ സ്ഥാനം ഇവിടെയാണ് കണ്ടിരിക്കുന്നത്, പാറയാണേലും വേണ്ടിയില്ല, ഞാനിവിടെ തന്നെ കുഴിക്കുവാണ്. ഞാനപ്പം വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ഉപ്പ് വിതറിയതിന് ശേഷം അവിടെ പണി ആരംഭിച്ചു. പറഞ്ഞ പോലെ തന്നെ ശകലം മണ്ണേ ഉള്ളായിരുന്നു. മാറ്റിക്കഴിഞ്ഞപ്പോൾ പാറയായിരുന്നു. പാറ പൊട്ടിക്കാൻ തുടങ്ങി. മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, സാധാരണ പാറ പൊട്ടിക്കുമ്പോൾ സ്റ്റേയ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇതൊന്നും സംഭവിച്ചില്ല. എനിക്ക് കാര്യമായിട്ട് തന്നെ ആ കിണർ പണി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. 30 വർഷമായിട്ട് നടക്കാതിരുന്ന കിണർ പദ്ധതിയാണ് ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത 1 മാസത്തിന് ശേഷം എനിക്ക് നടത്താൻ സാധിച്ചത്. കിണർ പണി തുടങ്ങി 1 മാസം കൊണ്ട് ഞാൻ ആ കിണർ പണി പൂർത്തീകരിച്ച് ഇപ്പം നിറച്ചും വെള്ളമായിട്ട് ഇരിക്കുന്നു. ഞങ്ങൾക്ക് അതോടൊപ്പം തന്നെ ഒരു വഴിക്കേസ് ഉണ്ടായിരുന്നു. ആ വഴിക്കേസ് മുഖേന ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം വീട്ടിൽ വണ്ടി ഇറക്കാൻ സാധിക്കില്ലായിരുന്നു. ഞങ്ങൾ നടത്തിയാണ് ഹസ്ബൻഡിനെ വീട്ടിലിട്ട് കൊണ്ടുവന്നത്. ഞാനത് ജപമാല റാലിയിലും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ അതിൻ്റെ ഒരു തീരുമാനമാക്കി തരണമെന്ന്. ജപമാല റാലി കഴിഞ്ഞു. ഞങ്ങൾക്ക് അത് അനുകൂലമായ വിധി വന്നു. വഴി നന്നാക്കാനും വണ്ടി വീട്ടിലിറക്കാനുമായിട്ടുള്ള വിധി വന്നു. ആ കേസും 1 മാസത്തിനുള്ളിൽ എനിക്ക് സാധിച്ചു തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ദൈവമാതാവിനും നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികൾ നേരത്തെ ഞാൻ ബൈബിൾ വായനയോ കുടുംബ പ്രാർത്ഥനകളോ ഒക്കെ മുടങ്ങി പോകുമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം കുടുംബ പ്രാർത്ഥനകളൊന്നും മുടങ്ങാറില്ല. ബൈബിൾ വായിക്കാൻ സാധിച്ചു, കുർബാനകളിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചു, പാവങ്ങളെയൊക്കെ ശുശ്രൂഷിക്കാൻ, അവരെയൊക്കെ കാണാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിച്ചു. അങ്ങനെ എൻ്റെ കാര്യങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അനേകായിരം അനുഭവങ്ങൾ, ചെറുതായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ജീവിതത്തിലും ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് വരുത്താൻ സാധിച്ചു.